Hi friends, it's me Priya Hariprasad. Welcome to the world of economics and welcome to my channel. Hope that you all are doing good. ഇന്നത്തെ സെഷനിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൊഡ്യൂസർ സർപ്ലസ്. എന്താണ് പ്രൊഡ്യൂസർ സർപ്ലസ്? അപ്പം വളരെ ബേസിക് ആയിട്ടുള്ള മൈക്രോ എക്കണോമിക്സിലുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പം ഹയർ സെക്കൻഡറി മുതൽ ഡിഗ്രി ആൻഡ് PG ലെവൽ UPSC ആസ്പിറൻസ് നെറ്റ് സെറ്റ് എല്ലാം ട്രൈ ചെയ്യുന്നവർക്ക് അങ്ങനെ എല്ലാ സ്റ്റുഡൻസിനും യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് തന്നെയായിരിക്കും. ട്രൈ ടു വാച്ച് ഇറ്റ് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യുക. അപ്പോഴേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുകയുള്ളൂ. ഓക്കെ ദെൻ കം ലെറ്റ്സ് ലേൺ ടുഗെദർ. ലെറ്റ്സ് ബിഗിൻ ദ ക്ലാസ്. എന്താണ് പ്രൊഡ്യൂസർ സർപ്ലസ്? അപ്പോൾ ഈ പ്രൊഡ്യൂസർ സർപ്ലസ് എന്ന് പറയുന്നത് ഇക്കണോമിക് സർപ്ലസിൻ്റെ ഒരു പാർട്ടാണ്. ഇക്കണോമിക് സർപ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ സം ടോട്ടൽ ഓഫ് കൺസ്യൂമർ സർപ്ലസ് ആൻഡ് പ്രൊഡ്യൂസർ സർപ്ലസ്. കൺസ്യൂമർ സർപ്ലസും പ്രൊഡ്യൂസർ സർപ്ലസും രണ്ടിൻ്റെയും ടോട്ടലാണ് ശരിക്കും പറഞ്ഞാൽ ഇക്കണോമിക് സർപ്ലസ് എന്ന് പറയുന്നത്. ആ ഇക്കണോമിക് സർപ്ലസിൻ്റെ ഒരു ഭാഗമാണ് പ്രൊഡ്യൂസർ സർപ്ലസ്. അപ്പം കൺസ്യൂമർ സർപ്ലസ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ പ്ലേലിസ്റ്റിൽ കാണണം. അപ്പോൾ കൺസ്യൂമർ സർപ്ലസ് നമുക്കറിയാം, ഒരു കൺസ്യൂമറുടെ എബിലിറ്റി ടു പേയും അതേപോലെ വില്ലിങ്നെസ് ടു പേയും വില്ലിങ്നെസ് ടു പേയും അതുപോലെ തന്നെ ആക്ച്വലി എന്താ അദ്ദേഹം പേ ചെയ്തു, ഒരു കൺസ്യൂമർ എന്ത് പേ ചെയ്തു, ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ കൺസ്യൂമർ സർപ്ലസ് അല്ലേ. അപ്പോൾ കൺസ്യൂമർ സർപ്ലസ് അപ്പോൾ അതായത് ഒരു കൺസ്യൂമർ ഇപ്പോൾ ഒരു പ്രോഡക്റ്റിന് ഇപ്പോൾ 100 റുപ്പീസാണെന്നും പറഞ്ഞ് പോവുകയാണ്. പക്ഷേ 100 പേ ചെയ്യാതെ 80 പേ ചെയ്യേണ്ടി വന്നുള്ളൂ. പക്ഷേ ആ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് ആ ഒരു ക്വാണ്ടിറ്റിയിൽ ആൾക്ക് കിട്ടുകയും ചെയ്തു അല്ലേ. അപ്പോൾ അത് കൺസ്യൂമർ സർപ്ലസ്. ഓക്കെ, അതേപോലെ പ്രൊഡ്യൂസറുടെ സർപ്ലസ് എന്ന് പറയുന്ന സമയത്ത് പ്രൊഡ്യൂസർക്ക് മോർ ബെനിഫിറ്റ് കിട്ടുക. ഓക്കെ, എന്ന് വെച്ചാൽ പ്രൊഡ്യൂസറുടെ ടോട്ടൽ റവന്യൂവിൽ നിന്നും മാർജിനൽ കോസ്റ്റ് അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു, അതാണ് പ്രൊഡ്യൂസർ സർപ്ലസ്. അപ്പം ടോട്ടൽ റവന്യൂവിൽ നിന്ന് മാർജിനൽ കോസ്റ്റ് മൈനസ് ചെയ്യണ സമയത്ത് പോസിറ്റീവായിട്ടുള്ള ഒരു വാല്യൂ പ്രൊഡ്യൂസർക്ക് കിട്ടുകയാണെങ്കിൽ അതാണ് പ്രൊഡ്യൂസർ സർപ്ലസ്. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അല്ലേ. അപ്പോൾ പ്രൊഡ്യൂസർ സർപ്ലസ് ഈസ് ദ എക്സ്ട്രാ പ്രോഫിറ്റ് ഓഫ് പ്രൊഡ്യൂസർ മേക്സ് വെൻ ദേ സെൽ എ പ്രോഡക്റ്റ് ഓർ സർവീസ് ഫോർ മോർ ദാൻ ദ മിനിമം പ്രൈസ് they were willing to accept. സോ ഇറ്റ്സ് എ കീ കോൺസെപ്റ്റ് ഇൻ എക്കണോമിക്സ്, മൈക്രോ എക്കണോമിക്സിൽ നമുക്കറിയാമല്ലോ. അപ്പം പ്രൊഡ്യൂസർ സർപ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ റവന്യൂ നിന്നും ടോട്ടൽ കോസ്റ്റ് മൈനസ് ചെയ്യണ സമയത്ത് എന്ത് കിട്ടുന്നു, അതാണ് പ്രൊഡ്യൂസർ സർപ്ലസ്. എന്ന് വെച്ചാൽ ആ പ്രൊഡക്ഷനിൽ നിന്നും പ്രൊഡ്യൂസർക്ക് കിട്ടുന്ന ബെനിഫിറ്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. പ്രൊഡ്യൂസർക്ക് കിട്ടുന്ന ബെനിഫിറ്റാണ് എക്സ്ട്രാ ബെനിഫിറ്റ്. ടോട്ടൽ റവന്യൂ കിട്ടുന്നു എന്നുള്ളത് പ്രൊഡ്യൂസറുടെ ബെനിഫിറ്റ് ആണ്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ കോസ്റ്റ് എല്ലാം മൈനസ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി എന്താണോ കിട്ടുന്നത് അതാണ് ശരിക്കും പറഞ്ഞാൽ എക്സ്ട്രാ ബെനിഫിറ്റ് അല്ലെങ്കിൽ അതിൽ നിന്ന് എക്സ്ട്രാ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അല്ലേ. സോ പ്രൊഡ്യൂസർ സർപ്ലസ് ഈസ് ദ എക്സ്ട്രാ പ്രോഫിറ്റ് എ പ്രൊഡ്യൂസർ മേക്സ് വെൻ ദേ സെൽ എ പ്രോഡക്റ്റ് ഓർ സർവീസ് ഫോർ മോർ ദാൻ ദ മിനിമം പ്രൈസ് അല്ലെ. മിനിമം പ്രൈസിനേക്കാളും കൂടുതൽ പ്രൈസിന് വിൽക്കുന്ന സമയത്ത്, അപ്പോൾ മിനിമം പ്രൈസിനേക്കാളും ഇച്ചിരി കൂടുതൽ പ്രൈസിന് വിൽക്കുന്ന സമയത്ത് ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് കിട്ടില്ലേ, അതിനെ നമുക്ക് പ്രൊഡ്യൂസർ സർപ്ലസ് എന്ന് പറയാം. ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ കോസ്റ്റ് ചെയ്താലും പ്രൊഡ്യൂസർ സർപ്ലസ് കിട്ടും. അതേപോലെ തന്നെ ടോട്ടൽ റവന്യൂ മൈനസ് മാർജിനൽ കോസ്റ്റ് ചെയ്താലും പ്രൊഡ്യൂസർ സർപ്ലസ് കിട്ടും. സോ ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ സബ്സ്ട്രാക്ടിങ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഫ്രം ദ പ്രൈസ് അറ്റ് വിച്ച് ദ ഗുഡ്സ് ആർ സോൾഡ് അല്ലേ. എത്രയാണോ പ്രൊഡ്യൂസ് ചെയ്തത് അതിന് എത്ര കോസ്റ്റായി, എത്രയാണ് നമ്മൾ വിറ്റത് അല്ലേ, അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, പ്രൊഡ്യൂസർ സർപ്ലസ് കിട്ടും. സോ ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്രൈസ് എ പ്രൊഡ്യൂസർ റിസീവ്സ് ഫോർ എ ഗുഡ് ആൻഡ് ദ മിനിമം എമൗണ്ട് ദേ വുഡ് അക്സെപ്റ്റ്. അതുപോലെ വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെ കുറച്ചും കൂടെ ശരിക്കും പറഞ്ഞാൽ കറക്റ്റായിട്ടുള്ളൊരു ഡെഫിനിഷൻ ഇതാണെന്ന് നമുക്ക് പറയാം. അതായത് നമുക്ക് എക്സ്ട്രാ എമൗണ്ട്, അതായത് നേരത്തെ ഇത്ര രൂപയ്ക്ക് വിൽക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത് ഇച്ചിരി കൂടെ കൂടുതൽ വിലയ്ക്ക് പ്രൊഡ്യൂസർക്ക് വിൽക്കാൻ കഴിയുകയാണ്. അപ്പോൾ അഡീഷണൽ എക്സ്ട്രാ പ്രോഫിറ്റ് കിട്ടുന്നു. അപ്പോൾ നേരത്തെ ഒരു 100 റുപ്പീസിന് വിൽക്കാം എന്ന് വിചാരിച്ചിരിക്കുന്ന പ്രോഡക്റ്റ് ഓക്കെ നമുക്ക് 150 റുപ്പീസിന് വിൽക്കാൻ കഴിയുക. അപ്പോൾ 50 റുപ്പീസ് എക്സ്ട്രാ പ്രോഫിറ്റ്. പക്ഷേ ഈ 100 റുപ്പീസിൽ ഓൾറെഡി എന്തുണ്ട്, ഒരു പ്രോഫിറ്റ് ഉണ്ട് അല്ലേ. ആൾക്കൊരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് ആയിരിക്കും ആൾ ഫിക്സ് ചെയ്തിട്ടുണ്ടാവുക. അപ്പം 100 റുപ്പീസിന് വിൽക്കാനെല്ലാം വില്ലിങ് ആയിരുന്നു. പക്ഷേ അതിനേക്കാളും കൂടുതൽ രൂപയ്ക്ക് വിൽക്കാൻ കഴിഞ്ഞാൽ അപ്പോൾ എക്സ്ട്രാ ആൾക്ക് പ്രോഫിറ്റ് കിട്ടില്ലേ, അതിനെയും പ്രൊഡ്യൂസർ സർപ്ലസ് എന്ന് പറയാം. അപ്പോൾ ഈ സ്റ്റുഡൻസിനെല്ലാം കൺഫ്യൂഷൻ വരാനുള്ള കാരണം പ്രൊഡ്യൂസർ സർപ്ലസുമായി റിലേറ്റ് ചെയ്തിട്ട് മിക്ക ടെക്സ്റ്റുകളിലും മിക്ക ഇതിനകത്തും ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ കോസ്റ്റ് കാണും. അപ്പോൾ നമുക്ക് തോന്നും അത് പ്രോഫിറ്റ് അല്ലേ അല്ലേ, പ്രോഫിറ്റ് മാത്രമല്ലേ തോന്നും. അപ്പോൾ അതിനെയും പ്രൊഡ്യൂസർ സർപ്ലസ് തന്നെയാണ് പറയുക. അതുപോലെ തന്നെ ടോട്ടൽ റവന്യൂ മൈനസ് മാർജിനൽ കോസ്റ്റ് അതാണ്. ഓക്കെ, പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസർ സർപ്ലസ് അതായത് ഒരു പ്രൊഡ്യൂസർ ഒരു പ്രോഡക്റ്റിന് പ്രൈസ് ഫിക്സ് ചെയ്തിട്ട് ഒരു മിനിമം പ്രൈസ് ഫിക്സ് ചെയ്തിട്ട് വിൽക്കാനായിട്ട് റെഡിയായി അല്ലേ, വില്ലിങ് ആയിട്ടിരിക്കണ സമയത്ത്
ഇച്ചിരി കൂടെ കൂടുതൽ പ്രൈസിന് വിൽക്കാനായിട്ട് കഴിയുന്നു ആൾക്ക്. അപ്പം അതല്ലേ എക്സ്ട്രാ പ്രോഫിറ്റ് എന്ന് പറയുന്നത്, അതല്ലേ പ്രൊഡ്യൂസറുടെ സർപ്ലസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ്സ് കാൽക്കുലേറ്റഡ് ബൈ സബ്സ്ട്രാക്ടിങ് ദ മാർജിനൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഫ്രം ദ ടോട്ടൽ റവന്യൂ പ്രൊഡ്യൂസർ റിസീവ്സ് ഫ്രം സെല്ലിംഗ് ദെയർ ഗുഡ്സ്. അപ്പം അതുകൊണ്ട് ഈ ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ നിന്നും ടോട്ടൽ റവന്യൂവിൽ നിന്നും മാർജിനൽ കോസ്റ്റ് മൈനസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കുള്ള പ്രൊഡ്യൂസർ സർപ്ലസ് കിട്ടും. മനസ്സിലായില്ലേ? അപ്പോൾ കൺഫ്യൂഷൻ വരരുത്. നമുക്ക് എഴുതാം ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ കോസ്റ്റ് ആണെന്ന് എഴുതാം, പ്രൊഡ്യൂസർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ആണെന്ന് എഴുതാം. പക്ഷേ എക്സ്ട്രാ ബെനിഫിറ്റ് എന്ന രീതിയിൽ നമ്മൾ പറയുന്ന സമയത്ത് ശരിക്കും പ്രൊഡ്യൂസർ സർപ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്രൈസ് എ പ്രൊഡ്യൂസർ റിസീവ്സ് ഫോർ എ ഗുഡ് ആൻഡ് ദ മിനിമം എമൗണ്ട് ദേ വുഡ് ആക്സെപ്റ്റ്. അതായത് മിനിമം എമൗണ്ട്, അതായത് കൺസ്യൂമേഴ്സൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു മിനിമം എമൗണ്ട് പ്രൈസ് ഫിക്സ് ചെയ്തൊക്കെ വെച്ചിരിക്കുകയാണ്. പക്ഷേ അതിനേക്കാളും ഇച്ചിരി കൂടുതൽ പ്രൈസിന് വിൽക്കാൻ കഴിഞ്ഞു എങ്കിൽ എക്സ്ട്രാ ബെനിഫിറ്റ് കിട്ടുന്നു. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെന്ന് പറയുന്നത് പ്രൊഡ്യൂസർ സർപ്ലസ് എന്ന് പറയുന്നത്. നോക്കൂ, ഇത് ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആണ്. ഇവിടെ എക്സ് ആക്സിസിൽ ക്വാണ്ടിറ്റിയും വൈ ആക്സിസിൽ പ്രൈസുമാണ്. നമുക്ക് ഡിമാൻഡ് ആൻഡ് സപ്ലൈ രണ്ട് കർവ്സ് ഉണ്ട്. ആസ് യൂഷ്വൽ നമുക്കറിയാം ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ്, സപ്ലൈ കർവ് അപ്വേർഡ് സ്ലോപ്പിംഗ് പോസിറ്റീവ്ലി സ്ലോപ്ഡ് കർവ് ആണ്. നോക്കൂ, ഇവിടെ ഈ ഒരു ഡയഗ്രത്തിൽ ഇക്വലിബ്രിയം എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന പോയിന്റ് ആണ് ഇക്വലിബ്രിയം അല്ലേ. അവിടെ ഡിമാൻഡും സപ്ലൈ ഈക്വൽ ആണ്. ഇപ്പോൾ പ്രൊഡ്യൂസർ ഫിക്സ് ചെയ്ത പ്രൈസ് പി എന്ന് പറയുന്ന പ്രൈസാണ് ശരിക്കും. പക്ഷേ പ്രൊഡ്യൂസർക്ക് ഈ കോസ്റ്റും കാര്യങ്ങളും ആയിട്ടുള്ളത് അല്ലെങ്കിൽ മിനിമം എമൗണ്ട് സപ്ലൈ ചെയ്തു അല്ലെങ്കിൽ കോസ്റ്റ് ഇവിടം വരെയാണ് നമ്മൾ അസ്യൂം ചെയ്താൽ മതി. അപ്പോൾ ഈ ബാക്കിയുള്ള അപ്പർ പോർഷൻ ഇത്രയും വരെ പ്രൈസ് ഇല്ലേ. അപ്പോൾ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഈ ഒരു ട്രയാങ്കിൾ ഉണ്ടല്ലോ, റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ, അത് എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസറുടെ സർപ്ലസ് ആണ്. അതായത് ഈ ഒരു ലെവലിൽ വെച്ചിട്ട് കോസ്റ്റ് എല്ലാം നിൽക്കുകയാണ്, പക്ഷേ പ്രൈസ് ഇവിടം വരെ ഉണ്ട്, പ്രൈസ് മിനിമം പ്രൈസ് അല്ല. ഓക്കെ, അതിനേക്കാൾ ഇച്ചിരി കൂടുതൽ വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രൊഡ്യൂസർ സർപ്ലസ് ആണ് ശരിക്കും പറഞ്ഞാൽ. ശരി, അത് എന്താണ് എങ്ങനെയാണെന്നറിയോ, ഇവിടെ എല്ലാം പ്രൊഡ്യൂസറുടെ കോസ്റ്റ് ഏരിയ ആണ്, ഇവിടം വരെ നിൽക്കുന്നുള്ളൂ എന്നാണ് അസ്യൂം ചെയ്യേണ്ടത്. അതാണ് സ്റ്റുഡൻസിന് മനസ്സിലാവാത്തൊരു കാര്യം. അപ്പോൾ നമ്മൾ അത് എങ്ങനെയാണെന്ന് നമ്മൾ വിചാരിക്കും, പക്ഷേ കോസ്റ്റ് ഇവിടം വരെയാണ്. ഈ ഒരു താഴെയുള്ള റെക്റ്റാങ്കിൾ കാണുന്നില്ലേ, ഇവിടം വരെയാണ് കോസ്റ്റ് ഉള്ളത്. ഈ ഒരു ക്വാണ്ടിറ്റിക്ക് ഇത്രയാണ് കോസ്റ്റ് വരുന്നത്, ഇവിടം വരെ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ പ്രൈസ് ആണെങ്കിൽ നമുക്ക് ഇവിടെയാണ്. ഓക്കെ, അപ്പം മോർ ദാൻ ദാറ്റ് ആണ് അല്ലേ, ആ ഒരു കോസ്റ്റിനേക്കാളും കൂടുതലാണ് പ്രൈസ് വരുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും ഈ ഒരു പോർഷൻ എന്തായിരിക്കും പ്രൊഡ്യൂസർ സർപ്ലസ് ആണ്. ഓക്കെ, ഇനി കൺസ്യൂമർ സർപ്ലസ് ആണെങ്കിൽ നമുക്കറിയാം കൺസ്യൂമർ ഇപ്പോൾ എന്താണ്ട് സി എന്ന് പറയുന്ന എമൗണ്ട് പ്രൈസ് അതിന് വാങ്ങിക്കാനായിട്ട് കൺസ്യൂമർ റെഡി ആവുകയും പക്ഷേ പി എന്ന എമൗണ്ട് ഇത്രയും കൊടുത്താൽ മതിയാവുന്നു അല്ലേ, ആൾക്ക് അത്രയും ക്വാണ്ടിറ്റി കിട്ടുകയും ചെയ്തു, പക്ഷേ പ്രൈസ് കുറച്ചേ കൊടുക്കേണ്ടി വന്നുള്ളൂ. ഇതാണ് കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുന്നത്. ഈ രണ്ട് ട്രയാങ്കിൾസും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഒരു ബിഗ് ട്രയാങ്കിൾ കിട്ടണില്ലേ, ഇതാണ് ശരിക്കും പറഞ്ഞാൽ എക്കണോമിക് സർപ്ലസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം എന്താണ് എക്കണോമിക് സർപ്ലസ് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ സം ടോട്ടൽ ഓഫ് പ്രൊഡ്യൂസർ സർപ്ലസ് ആൻഡ് കൺസ്യൂമർ സർപ്ലസ്. കൺസ്യൂമർ സർപ്ലസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പൊട്ടൻഷ്യൽ പ്രൈസ് ആൻഡ് ആക്ച്വൽ പ്രൈസ് അല്ലേ. പൊട്ടൻഷ്യൽ പ്രൈസും ആക്ച്വൽ പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതായത് നമ്മൾ പേ ചെയ്യാൻ ഒരു എമൗണ്ട് വില്ലിംഗ് ആയിട്ട് പോകുന്നു, പക്ഷേ ആക്ച്വലി പേ ചെയ്യുന്നത് വേറൊരു എമൗണ്ട്. അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് കൺസ്യൂമർ സർപ്ലസ്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, 100 റുപ്പീസിന് ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ നമ്മൾ റെഡിയാണ്, പേ ചെയ്യാൻ വില്ലിംഗ് ആയിട്ട് നമ്മൾ പോയി, പക്ഷെ അത്രയും പേ ചെയ്യേണ്ടി വരുന്നില്ല, 80 പേ ചെയ്യേണ്ടി വരുന്നുള്ളൂ എങ്കിൽ ബാലൻസ് 20 റുപ്പീസ് നമ്മുടെ സർപ്ലസ് അല്ലേ കൺസ്യൂമർ ആയിട്ടുള്ള. ഓക്കെ, അതാണ് കേട്ടോ. അപ്പോൾ പ്രൊഡ്യൂസർ സർപ്ലസ് എന്ന് പറയുന്നത് പ്രൊഡ്യൂസർക്ക് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് കമ്മോഡിറ്റി മിനിമം പ്രൈസ് ഫിക്സ് ചെയ്തു, പക്ഷേ അതിനേക്കാൾ ഇച്ചിരി കൂടുതൽ പ്രൈസിന് വിൽക്കാനായിട്ട് കഴിയുക. അതല്ലെങ്കിൽ അത് ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ റവന്യൂ ആൻഡ് മാർജിനൽ കോസ്റ്റ് അല്ലെങ്കിൽ ടോട്ടൽ റവന്യൂ ആൻഡ് ടോട്ടൽ കോസ്റ്റ് ഇതെല്ലാമാണ്. അപ്പോൾ നോക്കിക്കോളൂ, ഇവിടെ എങ്ങനെയും പറയാം, രണ്ടും ശരിയാണ്. അപ്പോൾ നോക്കൂ, ഈ ഒരു പോർഷൻ വരെ മാത്രമേ പ്രൊഡ്യൂസർക്ക് കോസ്റ്റ് വരുന്നുള്ളൂ, അപ്പം പ്രൈസ് ആണെങ്കിൽ ഇവിടെ. അപ്പോൾ ഈ ഒരു പോർഷൻ, ഇത്രയും പോർഷൻ ആരുടെ സർപ്ലസ് ആണ്, എക്സ്ട്രാ ബെനിഫിറ്റ് ആണ് അല്ലെങ്കിൽ എക്സ്ട്രാ പ്രോഫിറ്റ് ആണ്, പ്രൊഡ്യൂസറുടെ എക്സ്ട്രാ പ്രോഫിറ്റ് ആണ്. അപ്പോൾ പ്രൊഡ്യൂസർക്ക് കിട്ടുന്ന എക്സ്ട്രാ പ്രോഫിറ്റിനെയാണ് നമ്മൾ പ്രൊഡ്യൂസർ സർപ്ലസ് എന്ന് പറയുന്നത്. അപ്പോൾ കൺസ്യൂമർ സർപ്ലസിന് നമുക്ക് രണ്ട് ക്ലാസ്സസ് ഉണ്ട്. ഡിമാൻഡ് കർവ് യൂസ് ചെയ്തിട്ടുള്ള കൺസ്യൂമർ സർപ്ലസും അതേപോലെ തന്നെ ഹിക്സിയൻ കൺസ്യൂമർ സർപ്ലസും ഉണ്ട്. അത് രണ്ടും നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട്. അപ്പോൾ കാണാത്തവർ ജസ്റ്റ് അതൊന്ന് കൺസ്യൂമർ സർപ്ലസ് ബൈ പ്രിയ ഹരിപ്രസാദ് അങ്ങനെ തന്നെ ടൈപ്പ് ചെയ്തിട്ട് കാണണം. ഓക്കെ, അപ്പം ഇന്നത്തെ സെഷനിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് പ്രൊഡ്യൂസർ സർപ്ലസ് എന്ന് പറയുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. യുവർ സപ്പോർട്ട് ഈസ് മൈ സ്ട്രെങ്ത്. വീണ്ടും ഇതേപോലെ വേറൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു, താങ്ക്സ് അലോട്ട്, ടേക്ക് കെയർ, ബൈ.